ഞാൻ എൻ്റെ ഉമ്മാന്റെ ആ വീഡിയോസ് ഒക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എൻ്റെ യൂട്യൂബിൽ നിന്ന് അതൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. എനിക്കറിയാം അത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ ഉമ്മ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ആ തെറ്റ് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റ് തിരുത്തി ഞാൻ പഠിച്ചവനോട് തൗബ ചെയ്ത ഒരു സംഭവമാണ് ഞാൻ. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഷാഹിദ ഷാജിയുടെ മറ്റൊരു വീഡിയോവുമായിട്ട് എത്തിയിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഷാഹിദ ഷാജി പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. വളരെ സന്തോഷം തോന്നിയ ഒരു വീഡിയോ തന്നെയാണിത്. ഒരു കാലങ്ങൾക്ക് മുന്നേ, ഏതാനും മാസങ്ങൾക്ക് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു, നീ ഈ ഉമ്മാനെ പറ്റി പറയുന്ന ഈ കൊള്ളരുതായ്മയും ഈ വൃത്തികേടും എല്ലാം എന്നെങ്കിലും നീ തിരുത്തി പറയേണ്ട ഒരവസ്ഥ നിനക്ക് വരും. അത് പടച്ച തമ്പുരാൻ വരുത്തുക തന്നെ ചെയ്യുമെന്ന് ഞാൻ എൻ്റെ പല വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഒരു ഉമ്മാൻ്റെ പറ്റിയിട്ട് ഇനി പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനി സമൂഹത്തിൻ്റെ മുന്നിൽ പറയുകയും അതുപോലെ തന്നെ പല വൃത്തികേടുകളും, ഉമ്മാൻ്റെ തുണിയില്ലാത്ത ഫോട്ടോ വരെ നീ ഷൂട്ട് ചെയ്തിട്ട് ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ജനങ്ങൾക്ക് കാണാൻ വേണ്ടി ഇട്ട് തരികയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പം വളരെ സന്തോഷം തോന്നുകയാണ്. ഷാഹിദ ഷാജി അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു തെറ്റ് തിരുത്തി ഞാൻ കണ്ടു. തീർച്ചയായിട്ടും വളരെ സന്തോഷം തോന്നി. ഈ ഒരു കാര്യത്തിൽ ഞാൻ 100% ആ സ്ത്രീയുടെ പക്കത്താണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഒരു ഇസ്ലാമിൻ്റെ നിയമപ്രകാരം എന്ത് തെറ്റ് ചെയ്താലും, സിഹർ അല്ലാത്ത ബാക്കി എന്ത് തെറ്റ് ചെയ്താലും തൗബ ചെയ്താൽ അത് പൊരുത്തപ്പെടുന്ന ഒരു മതമാണ് ഇസ്ലാം മതം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൽപ്പെട്ട ഒരാൾ തന്നെയാണ് നമ്മുടെ ഷാഹിദ ഷാജി. തീർച്ചയായിട്ടും സ്വന്തം ഉമ്മാനോട് തെറ്റ് ചെയ്തതിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് ഷാഹിദ ഷാജി നമ്മോട് പറയുകയാണ്. ഏതായാലും നല്ലൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് പറ്റിപ്പോകാൻ, മനുഷ്യ സഹജമാണ് തെറ്റുകളെല്ലാം. തീർച്ചയായിട്ടും ഒരു ഉമ്മാനോടും വാപ്പാനോടും എല്ലാം നമുക്ക് തെറ്റുകൾ പറ്റിപ്പോകാൻ വേണ്ടി സാധ്യതയുണ്ട്. മനുഷ്യരാണ്. ചിലപ്പോൾ നമുക്ക് ക്രോധങ്ങളും ചിലപ്പോൾ നമുക്ക് ദേഷ്യങ്ങളും എല്ലാം വരുന്ന സമയത്ത് നമ്മൾ എന്തെന്നാണ് ചെയ്യുക എന്ന് ചില ആൾക്കാർക്ക് അത്രക്ക് പിടിച്ചു വെക്കാനുള്ള ഒരു കെൽപ്പൊന്നും ഉണ്ടാവുകയില്ല. അങ്ങനത്തെ ആൾക്കാരോട് ചില തെറ്റുകളെല്ലാം പറ്റിപ്പോൾ സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും അങ്ങനെ പറ്റിയ ഒരു തെറ്റായിട്ട് ആ ഉമ്മ കണ്ടിനെ പൊരുത്തപ്പെട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സഹോദരിക്ക് ഇനിയുള്ള ദുനിയാവിലെങ്കിലും നല്ലോണം ജീവിക്കാൻ വേണ്ടി സാധിക്കും. അല്ലാത്ത പക്ഷം ഈ ഉമ്മാൻ എത്രയും പറഞ്ഞത് കൊണ്ട് ഒരുപാട് ആൾക്കാരുടെ ദ്വാ കൊണ്ടും അല്ലാതെയും മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിച്ച ഒരു വീഡിയോ തന്നെയായിരുന്നു ഷാഹിദ ഷാജി ആ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത്. ഉമ്മാൻ്റെ വൃത്തികെട്ട രീതിയിലുള്ള ഡാൻസ് എന്ന രീതിയിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ അങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഷാഹിദ ഷാജി പറഞ്ഞ ആ ഒരു വാക്ക് തീർച്ചയായിട്ടും നമ്മൾ മുഖവിലേക്ക് എടുക്കുകയാണ്. 100% സഹോദരി ചെയ്തത് ശരിയാണ് എന്ന് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് പറയുകയാണ്. 100% ചെയ്തത് ശരിയാണ്. ബാക്കി കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് മനസ്സിലായി പഠിച്ചോനെ, അത് എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, അല്ലെങ്കിൽ അത് പുറത്ത് തരണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അതെന്നെ വലിച്ചു വാരി ഓരോരുത്തർ, കാരണം അതൊക്കെ ഞാൻ അപ്പോഴേ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. എൻ്റെ യൂട്യൂബിൽ കാണില്ല, എൻ്റെ ഷോർട്സിൽ കാണില്ല, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കാണില്ല. ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു. അതും ഞാൻ ആ സംഭവം കഴിഞ്ഞിട്ടും ഞാനൊരു 2 വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ആ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം എന്താന്ന് പറയാൻ, എന്നെ അപ്പോഴും അങ്ങനെ മെന്റലി പ്രഷർ ചെയ്യിപ്പിച്ചിട്ട് ഇടിയിച്ച സംഭവമാണത്. അത് ഞാനായിട്ട് ഇട്ടതൊന്നല്ല. അത് ചിലപ്പോ എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഇട്ടതായിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ അടുത്ത് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു, ഷാജി അങ്ങനെ ചെയ്യേണ്ട, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയി, ആ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഷാഹിദ പറയുകയാണ്, ഷാഹിദ അത്തരത്തിൽ ഉമ്മാനെ മോശകരമായി ചിത്രീകരിച്ച യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ എല്ലാം തന്നെ ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റയിലായാലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലായാലും അങ്ങനത്തെ എല്ലാ പ്ലാറ്റ്ഫോമിലേക്കും ഷാഹിദ അത് ഷെയർ ചെയ്തിരുന്നു. എന്നാൽ അത് ഇപ്പോൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഒന്നും ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ നിൽക്കുന്നില്ല. എൻ്റെ വിവരക്കേട് കൊണ്ട് എനിക്ക് പറ്റിപ്പോയ ഒരു തെറ്റാണ് അത്. അതുപോലെ തന്നെ തൻ്റെ ഉമ്മ എത്ര തെറ്റ് എന്നോട് ചെയ്താലും ഞാൻ അങ്ങനെ തിരിച്ച് ഒരു നടപടി ചെയ്തത് തെറ്റായിപ്പോയി എന്ന് സ്വന്തം മകൾ പശ്ചാത്തപിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ. ഇതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, സ്വർഗവും നരകവുമെല്ലാം ഈ ലോകത്തിൽ നിന്ന് തന്നെ കിട്ടുമെന്ന് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്. ഉമ്മാനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പല വീഡിയോയിലായിട്ട് പറഞ്ഞിരുന്നു, ആ ഉമ്മാനെ കൊണ്ട് നീ പൊരുത്തപ്പിടിക്കാത്ത കാലത്തോളം നിനക്ക് ഈ ഭൂമിയിൽ യാതൊരു സ്വൈര്യത്തോടു കൂടി നിനക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുകയില്ല. ഷാഹിദ ഷാജിയുടെ ഈ അടുത്ത ദിവസങ്ങളിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എടുത്താൽ നമുക്ക് മനസ്സിലാകും. വേട്ടയാടിക്കൊണ്ടേ ഇരിക്കപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. ആ ഉമ്മയെ അവിടെ നിന്ന് അടിച്ചിറക്കിയതിന് ശേഷം ഒരു രീതിയിലും നല്ല ഒരു സ്വൈര്യമായിട്ട് ജീവിക്കാൻ നമ്മൾ ഷാഹിദ ഷാജിക്ക് സാധിച്ചിരുന്നില്ല. അതിനുള്ള ഒരു ഉത്തരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഒരു തെറ്റ് പറ്റിപ്പോയതാണ് എന്ന് ഷാഹിദ ഷാജി സമ്മതിച്ചതിൽ വളരെ സന്തോഷവും അതുപോലെ തന്നെ വളരെ ഒരു സ്നേഹവും തോന്നിപ്പോവുകയാണ്. കാരണം ഇത് തന്നെയാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. തെറ്റ് മനുഷ്യ സഹജമാണ്. അത് പറ്റാത്തവരായിട്ട് ഈ ലോകത്തിൽ ആരും തന്നെയില്ല. അതിൽ നിന്ന് ഒട്ടും മുകളിലോ താഴെയോ അല്ല നമ്മുടെ ഷാഹിദ ഷാജി. ഉമ്മാനെ പറ്റി
പറയാൻ പറ്റാത്ത തെറികൾ എന്നല്ല, ഒരുവിധം ലോകത്തുള്ള എല്ലാ തെറികളും തന്നെ ഷാഹിദ ഷാജി ഉമ്മയെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി ഷാഹിദ ഷാജിക്കുള്ള ഏക ഒരു പോംവൈ എന്ന് പറയുന്നത് ആ ഉമ്മാൻ്റെ കാലിൽ പോയി പിടിച്ച് മാപ്പ് പറഞ്ഞതിന് ശേഷം ആ ഉമ്മയെ കൂട്ടി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൂടെ താമസിപ്പിച്ച് തീർച്ചയായിട്ടും ഇനിയുള്ള കാലങ്ങളിലെങ്കിലും ആ കൊച്ചു കുട്ടികളോടൊപ്പം അതുപോലെ തന്നെ ഷാഹിദയോടൊപ്പം ഒരു കൂട്ട് തീർച്ചയായിട്ടും ഷാഹിദയ്ക്ക് ആവശ്യമാണ്. മക്കൾ കല്യാണം കഴിച്ച് വരുന്നത് വരെ ഇങ്ങനെ ഒറ്റയ്ക്ക് തുടരുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് സ്വന്തം ഉമ്മയെ ആ വീട്ടിൽ കൊണ്ട് ചിരുത്തുക എന്ന് പറയുന്നത്. അതുകൂടി ഷാഹിദ ഷാജി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് നന്മകൾ ഷാഹിദയ്ക്ക് ഇനിയുള്ള ജീവിതത്തിൽ നേടാൻ വേണ്ടി സാധിക്കും. അല്ലാതെ സ്വന്തം പെറ്റ ഉമ്മാനെ കൊണ്ട് തള്ള എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച ചീത്തകളൊന്നും ഈ സമൂഹം മറന്നു കാണാൻ വേണ്ടി സാധ്യതയില്ല. അതുപോലെ തന്നെ ഷാഹിദ ഷാജി പറയുന്ന മറ്റൊരു കാര്യം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. താൻ ഇതെല്ലാം റിമൂവ് ചെയ്തു, പക്ഷേ എന്നിട്ടും കാര്യമില്ല. ബാക്കി ഷാഹിദ പറയുന്നത് കൂടി കേൾക്കാം. പിന്നെ എന്നിട്ട് അവൾ എന്നോട് പറയും ചെയ്തു, താത്ത എന്തായാലും ഉമ്മ അത് ചെയ്തു പോയി, അങ്ങനെ ആ ഒരു തെറ്റ് പറ്റിപ്പോയി, നീ ഞാൻ ഡിലീറ്റ് ആക്കിക്കോ, നീ ഇതാക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ എന്നോട് പറഞ്ഞു. അതൊക്കെ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഡിലീറ്റ് ആക്കി. ഞാൻ അത് ഒരിക്കലും അവിടെ ഇട്ട് വെച്ചിട്ടില്ല. ഞാൻ അതൊക്കെ ഡിലീറ്റ് ആക്കി. നമ്മുടെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ആക്കിയത് അതൊക്കെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും വീണ്ടും മറ്റുള്ളവർ അതെടുത്തിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അതാണ് ഇതാണ് എന്താ പറയാ, ക്രൂശിക്കില്ലേ? എത്ര ഒരു മനുഷ്യനിട്ട് ക്രൂശിക്കുക? അല്ല അറിയാണ്ട് ചോദിക്കണം, ആരാണ് ഇങ്ങനത്തെ ഇത്ര വലിയ നല്ല പുണ്യാളന്മാരെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ മനസ്സിൽ നിന്നും അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബിൽ നിന്നും എൻ്റെ ഇൻസ്റ്റയിൽ നിന്നും എൻ്റെ ഫേസ്ബുക്കിൽ നിന്നും എല്ലാം ഞാൻ ഇത്തരം മോശകരമായി ഉമ്മയെക്കുറിച്ച് പറഞ്ഞ എല്ലാ വീഡിയോകളും ഞാൻ റിമൂവ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ചില ആൾക്കാർ അതെടുത്തുകൊണ്ടിട്ട് പച്ചിറച്ചി തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരികയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അത് ഞാൻ ഇതിൻ്റെ മുന്നേ 100 വട്ടം ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ ഇത്തരം തെറ്റുകളും തോന്നിവാസങ്ങളും എല്ലാം സമൂഹത്തിലും കുട്ടികളുടെ മുന്നിൽ നിന്നും ഇങ്ങനെ വിളിച്ചു പറഞ്ഞതിന് ശേഷം നാളെ ഉമ്മ എന്ന നിലക്ക് ഉമ്മയും മകൾ എന്ന നിലയ്ക്ക് നീയും അങ്ങോട്ട് നന്നായതിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റുമായിരിക്കാം. പക്ഷേ നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമായ യൂട്യൂബ് പോലത്തെ ഒരു സ്ഥലത്ത് ഇത്തരം വീഡിയോകൾ നിങ്ങൾ കൊണ്ടുവച്ച് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ എത്ര നന്നായി കഴിഞ്ഞാലും ഈ വീഡിയോ ഇന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് എപ്പോഴാണോ അത് റിയാക്ട് ചെയ്യാൻ വേണ്ടി തോന്നുന്നത്, എപ്പോഴാണോ അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തോന്നുന്നത്, ആ സമയത്തൊക്കെ ഈ വീഡിയോ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഫാമിലി ബ്ലോഗ് ചെയ്യുന്നവരുടെ അടുത്ത് നമുക്കൊരു പേഴ്സണൽ റിക്വസ്റ്റ് എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സ്വകാര്യ നിമിഷങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഒരു കണ്ടൻ്റായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ആ നഷ്ടം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പല ആവർത്തി പറഞ്ഞതാണ്. നിങ്ങളുടെ മക്കൾ കല്യാണം കഴിച്ച് ഭാര്യയുമായിട്ടൊക്കെ വീട്ടിൽ വരുന്ന സമയത്തായിരിക്കും, ചിലപ്പോൾ അവർ ഒരു യൂട്യൂബോ ചിലപ്പോൾ ഒരു ടി വിയോ ഓണാക്കുന്ന സമയത്തായിരിക്കും നിങ്ങളെ പോസ്റ്റ് ചെയ്ത വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരിക. ആ സമയത്താണ് എത്ര വലിയ തെറ്റാണ്, എത്ര വലിയ മോശം പരിപാടിയാണ് ഞാനിത് ചെയ്തത് എന്ന് ആ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഒരുപാട് ആൾക്കാർ നിങ്ങളോട് ചോദിക്കുന്ന ഒരു സമയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും, എൻ്റെ ഉമ്മായെക്കുറിച്ച് ഞാൻ ഒരിക്കലും ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യരുതായിരുന്നു, അല്ല ഇത്തരത്തിലുള്ള ഒരു ചീത്ത ഞാൻ പറയരുതായിരുന്നു. അവർക്ക് പേടിയായിരിക്കും, കാരണം നിങ്ങളെ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുന്ന വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് അവർക്കൊരു ധാരണ തീർച്ചയായിട്ടും ഉണ്ടാകും. അത് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത 100% കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, തീർച്ചയായും സ്വകാര്യ നിമിഷങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും അതുപോലെ തന്നെ അങ്ങോട്ടുമുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും എല്ലാം ജീവിതത്തിലും കുടുംബത്തിലും സ്വാഭാവികമാണ്. പക്ഷേ അതെല്ലാം വീട്ടിൻ്റെ അകത്ത് ആ 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കുടുംബക്കാരുടെ അടുത്തെങ്കിലും വെച്ചൊരു മധ്യസ്ഥം പറഞ്ഞത് തീർക്കുന്നതിന് പകരം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവച്ചിട്ട് പോസ്റ്റ് ചെയ്ത് അതൊരു കണ്ടൻ്റായിട്ട് ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഇതിന് അവസാനമായിട്ട് ഇത് ജനങ്ങളുടെ കൈകളിലേക്ക് പോയി കഴിഞ്ഞ ഒരു സാധനമാണ്. അത് തിരിച്ചെടുക്കാൻ ഇന്നേ എന്നല്ല ഈ ജീവിത അവസാനം വരെ നിങ്ങൾക്ക് സാധിക്കുകയില്ല. തീർച്ചയായിട്ടും ഇപ്രാവശ്യം നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തോട് 100% യോജിക്കുകയാണ്. സ്വന്തം ഉമ്മയോട് തീർച്ചയായിട്ടും മാപ്പ് പറഞ്ഞ് തൗബ ചെയ്ത് ഇരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് തീർച്ചയായിട്ടും 100% നിങ്ങളെ അംഗീകരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് ചെയ്യേണ്ടത്. ജീവിതത്തിൽ തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകുക തന്നെയാണ് വേണ്ടത്. ഈ ഒരു കാര്യത്തിൽ ഷാഹിദ ഷാജി ചെയ്ത കാര്യത്തോട് 100% യോജിക്കുന്നെന്ന് മാത്രം പറയുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.